Hello guys, Assalamualaikum. Welcome back to our new vlog. ബാക്കി ഓർമ്മ. അപ്പോൾ ഇന്ന് നമ്മുടെ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് എനിക്ക് കാക്കോ ഷൻസൊക്കെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. പയ്യന്നൂരേക്കാണ് പോകുന്നത്. ഫസ്റ്റ് നമ്മൾ സ്റ്റുഡിയോയിൽ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പം ഒരുപാട് വീഡിയോസ് ഓവർവോയ്സൊക്കെ ചെയ്തിട്ട് അൺലിസ്റ്റഡ് വെച്ചിട്ടാണുള്ളത്. അതൊക്കെ ഞാൻ എപ്പം അപ്ലോഡ് ചെയ്യും, ഒന്നും പബ്ലിക്കാക്കുമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്ലോഡ് ആക്കി വെക്കുന്നില്ല അൺലിസ്റ്റഡ് ഇട്ടിട്ട്. പക്ഷേ പബ്ലിക്കാക്കുമെന്ന് എനിക്ക് തന്നെ ഒരു ഐഡിയ ഇല്ല. എന്നാലും എല്ലാം സേവ് ചെയ്ത് വെക്കുന്നതെന്ന് മാത്രം. അപ്പോൾ നമ്മളിതാ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ സ്റ്റുഡിയോയിൽ വന്നിട്ട് അങ്ങനെ പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നും കാണാനുണ്ടായില്ല. ഷൻസുക്ക് ഒരു 2 ജോഡി ഡ്രസ്സ് ഇങ്ങനെ കളിക്കുമ്പോൾ ഇടുന്നത്, അതായത് പെരനുള്ളിൽ ഇടാൻ പറ്റിയത് അങ്ങനത്തെ ഒരു ടൈപ്പ് 2 ജോഡി നോക്കിയിട്ട് എടുത്തു. ഒരു പാൻറ്റും കുപ്പായം അങ്ങനത്തെ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. ഇക്ക അത്യാവശ്യം ഡ്രസ്സ് ഇവിടെ നിന്ന് എടുത്തിട്ട് ഇക്കാക്ക് വേണ്ടത് കുറച്ച് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ ഹൗസ് വാമിങ് ഞാൻ ആഗ്രഹിച്ച പോലത്തെ ഡ്രസ്സ് അങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു. ടോപ്പും കാര്യങ്ങളൊക്കെ അടിപൊളിയുണ്ട്. പക്ഷേ ഞാൻ ഒരു ഗൗണായിട്ട് എന്തെങ്കിലും എടുക്കാമെന്നാണ് എനിക്കൊരാഗ്രഹം ഉണ്ടായത്. കാരണം ഞാൻ ഗൗണിൽ ഇപ്പോൾ അങ്ങനെ എടുക്കാറില്ല. പക്ഷെ ഇപ്പം എനിക്ക് പിന്നെയും ഇട്ടാൽ കുറച്ചും കൂടി വൃത്തിയും കംഫർട്ടബിളും ഗൗണായിരിക്കും എന്ന് തോന്നി കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഗൗൺ എടുക്കാമെന്നുള്ള രീതിയിലാണ് ഞാനുള്ളത്. അപ്പോൾ ഇതാണ് കുട്ടികളുടെ സെക്ഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ 199 രൂപ മുതലാണ് കുട്ടികളെ ഈ ടോപ്പും പാൻസൊക്കെ. അത് പുറത്ത് പോകുമ്പോൾ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ ഡ്രസ്സ്. അങ്ങനെയുള്ള കാര്യങ്ങൾ 199 രൂപയാണ് സ്റ്റാർട്ടിങ്. പിന്നെ വൈറ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ നോക്കുകയാണ് വൈറ്റ് ടോപ്പും കാര്യങ്ങളൊക്കെ. പിന്നെന്താണ് നിങ്ങൾ വീഡിയോസ് കാണാം. പിന്നെ ഞാനെന്താ എടുത്തത് ഇവിടുന്ന്, പിന്നെ ഒരു ലിപ്സ്റ്റിക്കും അതിൽ തന്നെ ഒരു ടോപ്പും ഒരു പാൻറ്റും അങ്ങനെ ഒന്ന് എടുത്ത് അവിടെ കണ്ട് ഇഷ്ടപ്പെട്ട് പിന്നെ വരുമ്പോൾ ഉണ്ടായിട്ടില്ലെങ്കിലും എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തിട്ടാണ്. ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. മുന്നേ വന്നിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടാണ് പർച്ചേസ് ചെയ്യുന്നത്. അങ്ങനെ അവിടെ കുറച്ച് സമയം നമ്മൾ വെറുതെ കുറച്ച് ആവശ്യമില്ലാതെ കുറച്ച് സമയം സ്പെൻഡായിപ്പോയി എന്നൊരു ഡൗട്ടാണ്. കാരണം നമ്മളിങ്ങനെ വെറുതെ നോക്കിയിരുന്നു. അവിടെ ദുരിതത്തിൽ ഡ്രസ്സ് നോക്കാൻ പ്രത്യേക രസമല്ല. പിന്നെ നമ്മൾ ഗ്രാൻഡ് തേഴ്സിലേക്ക് നമ്മൾ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി കയറി. അപ്പോൾ ഇതുപോലത്തെ ഗൗണുകളാണ് നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് കേട്ടോ, വൈറ്റിൽ വരുന്നത്. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് എത്തിയപാടും നമുക്ക് നല്ല ടാങ്കാണ്. അപ്പോൾ ഇതായിരുന്നു ഞാനെടുത്ത ഡ്രസ്സ് ഇട്ടോ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കുറേ നാളായിട്ട് ഇങ്ങനെ ഒരു ഗൗൺ എടുക്കണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. അപ്പോൾ അങ്ങനെ കിട്ടി. പിന്നെ നമ്മൾ ഷൻസൂക്ക് എടുത്തു, സിയൂക്ക് എടുത്തു ഇവിടുന്ന്. അങ്ങനെ കുറച്ച് ഡ്രസ്സ് ഇവിടുന്ന് എടുത്തു കേട്ടോ. അപ്പം പിന്നെ ഷൻസുവിന് വൈറ്റ് തന്നെയാണ് എടുത്തത്, സിയും വൈറ്റ് തന്നെയാണ് എടുത്തത്. പിന്നെന്താണ് അങ്ങനെ ഇവിടുത്തെ പർച്ചേസ് ഏകദേശം കഴിഞ്ഞത് ആ ബില്ലിങ്ങിൽ എത്തിയിട്ടുണ്ട്. ബില്ല് ചെയ്യാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൂടിയിരിക്കലുണ്ട്. ഡ്രസ്സും ബെഡ്ഷീറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ അങ്ങനത്തെ കുറച്ച് പില്ലോസ് കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു. ഏകദേശം ആയ സാധനങ്ങൾ ഇനി വീട്ടില് നമുക്ക് ഉപയോഗിക്കേണ്ട കുക്കിംഗ് പൗഡേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് വാങ്ങാനുള്ളത് കേട്ടോ. അങ്ങനെ ഏകദേശം നമ്മളെ പർച്ചേസൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. ഇത് ബാംബു എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലേക്കാണ് കയറിയിട്ടുള്ളത്. ഞാനിവിടെ 2ാമത്തെ പ്രാവശ്യമാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ പോകാറില്ല, 2ാമത്തെ പ്രാവശ്യമാണ്. അങ്ങനെ ബിരിയാണി, നമ്മൾ പൊറോട്ടയും അൽഫാമും വെജ് കുറുമയും ഫ്രൈഡ് റൈസാണ് ഓർഡർ ചെയ്തത്. അപ്പം ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ വെജ് കുറുമ എനിക്ക് അത്ര അങ്ങനെ കാണാൻ നല്ല അടിപൊളി ഉണ്ടായിരുന്നു. അപ്പോൾ കാണുമ്പോൾ വിചാരിച്ച ആ ടേസ്റ്റ് കുറുമൊക്കെ ഉണ്ടായിരുന്നില്ല. പക്ഷെ പൊറോട്ട ഭയങ്കര സോഫ്റ്റായിരുന്നു കേട്ടോ. എനിക്ക് നമ്മൾ പടന്നയിൽ റാന്തൽ എന്നാണ് റെസ്റ്റോറൻറ്റ്. എനിക്ക് അവിടെ കഴിഞ്ഞപ്പം എനിക്ക് ഏറ്റവും സോഫ്റ്റ് തോന്നിയത് ഇപ്പം ഇവിടുത്തെ പൊറോട്ടയാണ് സോഫ്റ്റായിട്ട് തോന്നിയത് കേട്ടോ. ഇതാണ് അൽഫാം. നമ്മൾ ഡ്രാഗൺ അൽഫാമാണ് പറഞ്ഞത്. ഡ്രാഗൺ അൽഫാം ഈ ഒരു വിധത്തിലായിരുന്നു വന്നത്. ഓക്കെ, അതായത് അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതിനേക്കാളും ബെറ്റർ മറ്റേ സാധാ ഫ്രൈ പോലത്തെ, അതായത് ഡ്രൈ ആയിട്ടുള്ള അൽഫാമാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗ് എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ട് തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ എഴുതുന്നത്. ടാറ്റാ, ബൈ.